നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടാറുണ്ടോ? ആരുടെയെങ്കിലും കോൾ ആയിരിക്കാം. ഒരുപക്ഷെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ കടം വാങ്ങിയവരുടെയോ, അങ്ങനെ ആരുടെയെങ്കിലും. ആ കോൾ എടുക്കാതെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഹൃദയമിടിപ്പ് നിങ്ങൾ അറിയുന്നുണ്ടോ? ഉറക്കമില്ലാത്ത രാത്രികൾ, അടച്ചു തീർക്കാനുള്ള EMIകൾ, ബില്ലുകൾ, വാടക, സ്വന്തം കുടുംബത്തിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ ഒരു കഴിവില്ലാത്തവനെ പോലെ സ്വയം തോന്നി തുടങ്ങുമ്പോഴുള്ള ഒരു നീറ്റലുണ്ടല്ലോ. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഒരു കരിമ്പടം പോലെ നിങ്ങളെ മൂടുന്നുണ്ടോ? കടം എന്ന ചതുപ്പിൽ താഴ്ന്നു പോകുകയാണെന്നും എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നും കരകയറാൻ പറ്റുന്നില്ലെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയുള്ള വീഡിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഇത് വെറും ഒരു മോട്ടിവേഷൻ വാക്കല്ല, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികളുമല്ല. ഇത് പണത്തെയും സമ്പത്തിനെയും കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റിനെ തന്നെ മാറ്റിയെടുക്കാവുന്ന അഥവാ റീസെറ്റ് ചെയ്തെടുക്കാവുന്ന ശക്തമായ ഒരു ആശയമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പ്രതിസന്ധിക്ക് കാരണം നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ മറ്റു സാഹചര്യങ്ങളോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ആ പ്രോഗ്രാം മാറ്റി പുതിയൊരു പ്രോഗ്രാം റീസെറ്റ് ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക തലവിധി തന്നെ മാറിപ്പോകും. അതെ, പണം നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മാറി ഐശ്വര്യം വന്നു ചേർന്ന ഒരു ജീവിതം. അങ്ങനെ ഒരു മാറ്റത്തിലേക്കുള്ള യാത്രയാണിത്. ഈ യാത്രയിൽ എന്നോടൊപ്പം നിങ്ങളും പങ്കുചേരുക. ഫിനാൻഷ്യൽ അബണ്ടൻസിന്റെ രഹസ്യ താക്കോൽ നമുക്ക് തുറക്കാം. ചാപ്റ്റർ 1, ദ റോങ് മാപ്പ്. എന്തുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഒരു കടക്കെണിയിലാവുന്നത്? ആദ്യം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു നിധി വേട്ടക്കാരനാണെന്ന് കരുതുക. നമ്മുടെ കയ്യിൽ വഴി കണ്ടുപിടിക്കാനായി ഒരു മാപ്പ് കിട്ടി. എന്നാൽ ആ മാപ്പിലെ വഴികളെല്ലാം തെറ്റാണെങ്കിലോ? നമ്മൾ ഒരിക്കലും നിധിയുള്ള സ്ഥലത്തേക്ക് എത്തുകയില്ല. നമ്മുടെ കയ്യിലുള്ളത് തെറ്റായ ഒരു മാപ്പാണെങ്കിൽ നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താലും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുകയില്ല. ഏറ്റവും ഒടുവിൽ കൂടുതൽ കടക്കെണിയിലും കൂടുതൽ പ്രതിസന്ധികളിലുമായിരിക്കും നാം എത്തിച്ചേരുക. ഇനി നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. എന്താണ് ഈ തെറ്റായ മാപ്പ്? ഇതിനെ ഇല്ലായ്മയുടെ മാനസികാവസ്ഥ എന്ന് പറയും. എപ്പോഴും പൈസയില്ല എന്നുള്ള മൈൻഡ് സെറ്റ്. ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും വലിയ ടെൻഷൻ അനുഭവിക്കുന്ന അവസ്ഥ. ചെറിയൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ. എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നൽ. മറ്റൊരാൾ പുതിയൊരു വീട് വെച്ചാലോ ഒരു കാർ വാങ്ങിയാലോ അവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയാതെ അസൂയപ്പെടുന്ന ഒരവസ്ഥ. അവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു, എനിക്ക് മാത്രം എന്താണ് ഒന്നും ശരിയാവാത്തത് എന്ന ചിന്ത. പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു മോശം കാര്യമാണെന്ന ചിന്ത. ലോട്ടറി എടുക്കുമ്പോൾ പോലും ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ള തോന്നൽ. കിട്ടുന്ന പണം മുഴുവൻ ചെലവായി പോകുന്നുവെന്ന് നിരന്തരം പരാതി പറയുന്ന ഒരവസ്ഥ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുമായി റിലേറ്റ് ചെയ്യാനാവുന്നുണ്ടോ? ഈ മൈൻഡ് സെറ്റിനെയാണ് പറയുന്നത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിന്റെ പിടിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ച സത്യമുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ അല്ല നിങ്ങൾ ആകർഷിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ എനർജി എന്താണോ അതാണ് പുറത്തുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ നിരന്തരം നിങ്ങൾക്ക് കടമുണ്ട്, നിങ്ങൾ ആകെ കടക്കെണിയിലാണ് എന്ന് പറയുമ്പോൾ നാം പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ എന്താണ്? എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് കടമുണ്ട് എന്ന സിഗ്നലാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. ഇതാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് സിഗ്നലുകളായി അയക്കുന്നതെങ്കിൽ പ്രപഞ്ചം തിരിച്ചു തരുന്നതും അത് തന്നെയായിരിക്കും. കൂടുതൽ കടങ്ങളും പണമില്ലായ്മയും. നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് കൂടുതൽ ഇല്ലായ്മയെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ് ആ ശരിയായ മാപ്പ് എന്ന് നോക്കാം. എങ്ങനെയാണ് ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് സമ്പന്നതയുടെ മാനസികാവസ്ഥ കൊണ്ടുവരുന്നത്? നിങ്ങൾ ഒന്നോർക്കുക, പ്രപഞ്ചം എന്നത് ആഴക്കടലാണ്, സമൃദ്ധിയുടെ ആഴക്കടൽ. പ്രപഞ്ചമാകുന്ന സമ്പന്നതയുടെ ആഴക്കടലിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാമെന്നും
നമ്മുടെ മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്ത് മൈൻഡ് സെറ്റ് മാറ്റാമെന്നുള്ളതും അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.